വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ മണ്ഡലങ്ങളും ഈ മത്സര ചൂടിൽ തന്നെയാണ്. എങ്കിലും നമുക്ക് കൊല്ലം ജില്ല എടുക്കാം. കൊല്ലം ജില്ലയില് കടുത്ത മത്സരമായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക. അതിന് തന്നെ പത്തനാപുരം, KB ഗണേഷ് കുമാറിന്റെ തട്ടകം. ഇപ്പൊ ഗണേഷ് കുമാറിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നാണ് ഇപ്പം UDFന്റെ ലക്ഷ്യം. കോൺഗ്രസിന്റെ ലക്ഷ്യം KB ഗണേഷ് കുമാറിനെ ഇനി അവിടെ ജയിപ്പിക്കില്ല. അതിനു വേണ്ടിയിട്ട് അവർ കളത്തിലിറക്കാൻ പോകുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ്. ഇത്തവണയും വീണ്ടും ഇപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ പത്തനാപുരം കൊല്ലമൊക്കെ? ഇതിനകത്ത് ഇപ്പം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാർ ഏകദേശം വർഷങ്ങളായി പത്തനാപുരം മണ്ഡലത്തിന്റെ MLA തന്നെയാണ്, വർഷങ്ങളായി. അതിനിടയ്ക്ക് അദ്ദേഹം മന്ത്രി UDFന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. അതിനുശേഷം LDFന്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വകുപ്പ് തന്നെയാണ് കിട്ടുന്നത്. ഇടയ്ക്ക് ഫിലിമുമായി ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പൊക്കെ ഹാൻഡിൽ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വകുപ്പ് എന്ന് പറഞ്ഞാൽ KSRTC അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് തന്നെയാണ്. ആ ഗതാഗത വകുപ്പിലാണ് പിന്നെ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ പൂർണ്ണമായ ഒരു എഫർട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു കാലം വരെ അതായത് ആന്റണി രാജു KSRTCയുടെ മന്ത്രിയായിരുന്ന് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി 2.5 വർഷക്കാലം പൂർത്തിയായി ബാറ്റൺ ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും വരേക്കും KSRTC എന്ന് പറയുന്നത് ഒരു ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് നമ്മുടെ KSRTC പൊതുഗതാഗത രംഗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ് ശരിക്കും KSRTC. അത് ഊർധ്വശ്വാസം വലിക്കുക എന്ന് വെച്ചാൽ ഏത് നിമിഷവും മരിക്കും. അതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ട് പോയ പിന്നെ നമ്മുടെ ആരായിരുന്നു, നമ്മുടെ ആര്യാടൻ മുഹമ്മദ് തന്നെ പറഞ്ഞ് ഇത് ചാവാറായി, ഇതിനെ ഇനി മുന്നോട്ട് ഓടിക്കാൻ പറ്റില്ല, ഒരു സ്വാഭാവിക മരണം ഇതിന് സംഭവിക്കാൻ പോവാണ് KSRTCക്ക്. ജീവനക്കാർക്ക് ശമ്പളമില്ല, പെൻഷൻ ആനുകൂല്യങ്ങളൊന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ കിടന്ന KSRTC എന്ന് പറയുന്ന ഒരു വകുപ്പ് ഗണേഷ് കുമാറിൻ്റെ കയ്യിലേക്ക് ഗതാഗത വകുപ്പ് എത്തിയതിന് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റമുണ്ട്. 2.5 വർഷം കൊണ്ട് KSRTC ലാഭത്തിൽ ഓടി തുടങ്ങിയിരിക്കുന്നു. ആ KSRTCയിൽ തന്നെ സ്വന്തം പൈസ ഉപയോഗിച്ചുകൊണ്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ അത് ഗണേഷ് കുമാറിൻ്റെ കൃത്യമായ ഇടപെടൽ തന്നെയാണ്. ഒരു വകുപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഗണേഷ് കുമാറിന് വളരെ കൃത്യതയോട് കൂടിയുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് KSRTC ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഏറ്റെടുത്ത വകുപ്പിനെ നല്ല വൃത്തിയായിട്ട് വെഡിപ്പായിട്ട് കൊണ്ടു നടക്കാന്ന് പറയില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വിട്ടേക്കൂ. വ്യക്തിപരമായി അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ക്ഷീണവും വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നേ കളഞ്ഞേക്കും. അതൊക്കെ മറന്നു കളഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിച്ചിരുന്നാലും ശരി, ഇവിടെ പത്തനാപുരം എന്ന് പറയുന്ന മണ്ഡലത്തിൻ്റെ കാര്യം വിട്ടേക്കൂ. ഇവിടേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായി ഇത് ഗണേഷ് കുമാർ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഒരു പക്ഷേ നമ്മളെല്ലാം ഒരു 10 വർഷത്തിന് ശേഷം KSRTC എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. K-Swift എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി വന്നിരുന്നു. അത് KSRTC ബസ്സുകൾക്ക് പകരമായി മറ്റൊരു സമാന്തര കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഒരു പ്രൈവറ്റ് കമ്പനി എന്നുള്ള നിലയിൽ ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്, K-Swift. ഈ K-Swift വന്ന സമയത്ത് ഇതിനെ എങ്ങനെ നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു. ഈ K-Swift നടപ്പിലാക്കുന്ന ഇതൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ്. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ അടക്കമുള്ള ഗരുഡ മഹാരാജ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിരവധി ബസ്സുകളുണ്ട്. ബാംഗ്ലൂർ അടക്കമുള്ള ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ അടക്കമുള്ള എയർ ബസ്സുകൾ അടക്കം വോൾവോ ബസ്സുകൾ അടക്കമുള്ള സാധനങ്ങളിൽ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ തൊഴിലാളി സംഘടനകൾ INTUC-യും BMS-ഉം CITU അടക്കമുള്ള ഈ 3 സംഘടനകളും ശക്തമായ രീതിയിലാണ് എതിർപ്പ് അറിയിച്ചത്. അങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കരുത്, K-Swift ആവാൻ പാടില്ല. കാരണം ഇവർ പറയുന്നത് അധികം വൈകാതെ K-Swift പതിയെ KSRTC-യെ വിഴുങ്ങും എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ പറയുന്ന എൻ്റെ എംപ്ലോയീസ് അടക്കമുള്ളവരെ K-Swift ഏറ്റെടുക്കുകയും ഇവർക്ക് ഇന്ന് KSRTC-യിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടുത്തെ ഡ്രൈവർമാർക്കും മറ്റു ജീവനക്കാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പലതും ഇല്ലാതാവുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ശരിക്കും ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ K-Swift എന്ന് പറയുന്നത് പടർന്നു പന്തലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. നമുക്കിതറിയാം, സ്വിഫ്റ്റ് ബസ്സുകൾ അന്ന് K-Swift-നെ തകർക്കാൻ വേണ്ടിയിട്ട് മാധ്യമ വാർത്തകൾ ഇഷ്ടം പോലെയാണ്. അന്ന് പുതിയ വണ്ടികളാണ്. ഈ പുതിയ വണ്ടികൾ ഇറങ്ങുന്ന സമയത്ത് പലപ്പോഴും ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ലാത്തവരാണ്. പലയിടത്തും ചെറിയ ചെറിയ ആക്സിഡൻറ്റുകൾ, നോർമൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നല്ല സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. അന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്ന സ്വിഫ്റ്റ് ബസ് ഒരാളെ ഇടിച്ചു വീഴ്ത്തി. അപ്പോൾ ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒന്നിനെ അങ്ങ് തകർക്കുക എന്നുള്ളതാണ് പിന്നീട് അടുത്ത വരുന്ന ലക്ഷ്യം. എന്നിട്ടും അത് പിടിച്ചു നിന്നു. അത് പിടിച്ചു നിൽക്കുകയും പിന്നീട് സ്വിഫ്റ്റ് ബസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സാധാരണക്കാരനെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ലൊരു വാഹനമായി മാറുകയും ചെയ്തു. പൊതുഗതാഗത രംഗത്ത് നല്ലൊരു വിപ്ലവം സൃഷ്ടിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഇതൊരു വെള്ളാനയായിരുന്നു. എന്ന് വെച്ചാൽ ഈ സ്വിഫ്റ്റ് ബസ് സൂപ്പർ ഫാസ്റ്റ് നമുക്ക് കൈ കാണിച്ചാൽ നിർത്തത്തില്ല.
KSRTC ഒരു വലിയ പ്രശ്നം അതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കൈ കാണിച്ചാൽ ബസ് നിർത്തത്തില്ല, അതങ്ങ് പോവും. ഇപ്പം സ്വിഫ്റ്റ് അങ്ങനെയല്ല, നമ്മൾ രാത്രിയിൽ എവിടെയെങ്കിലും നിന്ന് ബസ്സിന് കൈ കാണിച്ചാൽ അവരും ചവിട്ടി തരുകയും ചെയ്യും, നമുക്ക് അടുത്ത പോയിന്റിൽ ഇറങ്ങേണ്ട സ്ഥലത്തേക്കുള്ള ടിക്കറ്റും തരും. അപ്പം സാധാരണക്കാർക്ക് ഏത് പാതിരാത്രിക്കും ആക്സസിബിലിറ്റി ഉള്ള ഒരു വാഹനമായി KSRTC മാറി. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി വഴിയിൽ പെട്ടുപോകുന്നു കരുതിക്കൂ, വഴിയിൽ പെട്ടുപോയി നമുക്ക് അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് കൈ കാണിച്ച് അവർ ചട്ടി തരത്തില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നു അവസ്ഥ, ഇന്നത് മാറി. അപ്പം ഗണേഷ് കുമാർ പറഞ്ഞെന്താ, ഒരാൾ കക്ഷം ചൊറിയാൻ വേണ്ടി കൈ പൊക്കിയിരുന്നാൽ പോലും ബസ് അവിടെ നിർത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇല്ലാത്തവർക്കെതിരെ നടപടി എടുക്കും. ഇപ്പം ശബരിമല തീർത്ഥാടകരെ ഇറക്കിവിട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നടപടി എടുക്കാൻ പോവാ. അപ്പം ഈ രീതിയിൽ എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം? പുതിയ പുതിയ ബസ്സുകൾ വന്നു. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ബസ് നമ്മുടെ ഇതിലേക്ക് വരുന്നു. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനെല്ലാം പിന്നെ ഈ പറയുന്ന പോലെ ലാഭകരമായി സർവീസുകൾ നടത്തുന്ന തരത്തിലേക്ക് പോയി. 13 കോടിയോളം രൂപ നമുക്ക് ലാഭം എന്നുള്ള നിലയിലേക്ക് നമുക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു KSRTCക്ക്. അപ്പോൾ ആ ഒരു വകുപ്പിനെ വളരെ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞ ഗണേഷ് കുമാറിൻ്റെ കാലഘട്ടത്തിലാണ്. ഇതിന് മുൻപ് നമുക്കറിയാം എയർ ബസ്സുകൾ നമ്മുടെ നിരത്തിലിറങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. വലിയ എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ബസ്സുകൾ കണക്കിരിക്കുന്ന ബസ്സുകൾ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നത്. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളത് കൊണ്ട്. എന്നാൽ ആ ബസ്സുകൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നതിന് KSRTC കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് പുതിയ ബസ്സുകൾ ഇറക്കുമ്പോഴും ഇന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ, ആ ബസ്സുകൾ പണ്ടത്തെ പോലെ അല്ല എവിടെയെങ്കിലും ഇടുക്കി ചുരുട്ടിക്കൊണ്ടിട്ടിട്ട് പോകാൻ പറ്റില്ല. ആരാണോ കൊണ്ടു നടക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം അയാൾക്കാണ്. സ്വന്തം വണ്ടി എങ്ങനെ കൊണ്ടു നടക്കുന്നോ അതേ ഉത്തരവാദിത്വത്തോട് കൊണ്ടു നടക്കണം. കാര്യം എന്താ, ഇടിച്ചു കഴിഞ്ഞാൽ എന്താ, ഇവിടെ ബസ്സിന് പ്രശ്നം കൊണ്ടുവന്നിട്ട് ആരാൻ എന്താ കാട്ടിലെ തടി തേവരുടാന എന്ന് പറയുന്ന പോലെ വലിയടാ വലി, ഇത് തന്നെയല്ലേ അവസ്ഥ. അത് പറ്റില്ല, അവരിൽ നിന്ന് അത് ഈടാക്കും. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, വണ്ടി വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ ശീലിക്കും. അപ്പോൾ പഴയ പോലെ KSRTC വാഹനങ്ങൾ വഴി കിടക്കുന്ന അവസ്ഥ മാറും. കാര്യം എന്താ, ആൾക്കാർ ഡ്രൈവർമാർ അവരുടെ സ്വന്തം വണ്ടി പോലെ കൊണ്ടു നടക്കാൻ തുടങ്ങി KSRTC. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ലാഭകരമായി അങ്ങനെയും കൊണ്ടുപോകാൻ കഴിയും ഒരു കാലഘട്ടത്തിൽ. അതായത് പിന്നെ KSRTC ബസ്സിന് പെയിന്റ് അടിക്കുന്ന സമയത്ത് നിലവാരം കുറഞ്ഞ പെയിന്റ് മേടിച്ചടിച്ച് പെയിന്റ് കുംഭകോണം വരെ നടന്നൊരു നാടാണ് നമ്മുടെ കേരളം. വില കുറഞ്ഞ പെയിന്റ് മേടിച്ചടിച്ച് വണ്ടികളുടെയൊക്കെ പെയിന്റ് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുക. സൂപ്പർ ഫാസ്റ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ പെയിന്റ് ഫെയ്ഡ് ആവുകയാണ്. എന്താ കാര്യം ചോദിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതിനെല്ലാം അടിച്ചുകൊണ്ടിരുന്നത് ലോക്കൽ പെയിന്റ് മേടിച്ചടിച്ചു. അതുകൊണ്ട് വെയിലത്ത് കിടന്ന് ഓടുന്ന വണ്ടിയല്ലേ, വെയിലത്തും മഴയത്തും കിടന്ന് ഓടുന്ന വണ്ടി അല്ല, പെരയ്ക്കകത്ത് കയറ്റിയിട്ട് സാധനമല്ലല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ പെയിന്റ് ഫെയ്ഡ് ആവുന്നൊരവസ്ഥ വന്നു. അതൊക്കെ കാലമൊക്കെ മാറിയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ KB ഗണേഷ് കുമാർ വളരെ മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. ഒരു വകുപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ കൃത്യമായി പഠിച്ചു എന്നുള്ളതാണ് ഗണേഷ് കുമാറിൻ്റെ. പഠിച്ചു എന്നുള്ളതല്ല, അത് കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗണേഷ് കുമാർ കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു മന്ത്രി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ പത്തനാപുരം എന്ന് പറയുന്നിടത്ത് ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്തണം. ഇത് ഇന്നലെ തുടങ്ങിയ സോക്കേടല്ല ഇവർക്ക്. UDF നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരികയാണ്. ഹൈബി ഈഡനെ രംഗത്തിറക്കുന്നു. എന്തിനാണ്? ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ രംഗത്തേക്ക് വരുന്നു. എൻ്റെ അച്ഛനെ പീഡിപ്പിച്ചു. ഈ അച്ഛനെ പീഡിപ്പിച്ച കോൺഗ്രസ്സുകാരാണെന്ന് പച്ചയ്ക്ക് എന്ന് പറഞ്ഞത് മറിയാമ്മ ഉമ്മനാണ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ നിന്ന് പറഞ്ഞാണ് ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ഇങ്ങനെ പണി കൊടുത്തത് എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചാണ്ടി ഉമ്മനെ രംഗത്തിറക്കി ഉമ്മൻചാണ്ടി കളി കളിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഹൈബിയുടെ രംഗത്തേക്ക് വരുന്നു. ഇതിനകത്ത് ഇടപെട്ടെന്ന് പറയുന്ന പലരും ഇതിനകത്തേക്ക് ചാടി കയറി വരുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ഓറ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പിന്നെ പത്തനാപുരത്തെ അടുത്ത ലക്ഷ്യം. ഗണേഷ് കുമാർ, ഉമ്മൻചാണ്ടി, ഈ ഇവിടെ ഒരു ശത്രുത ഉണ്ടാണ്. അതുകൊണ്ടാണ് പലരും ഇന്ന് അവിടെ ക്രിസ്ത്യനായ ഒരാളെ അവിടെ കൊണ്ടിടണമെന്ന് പറയുന്ന കാര്യം ഇതാ. ആ ഉമ്മൻചാണ്ടിയുടെ കണക്ഷൻ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നിടണം. ഉമ്മൻചാണ്ടിയുടെ അപ്പോൾ എന്താ മറ്റേ സോളാർ കേസിലെ പ്രതിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധത്തിന് അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർത്തത് നമ്മുടെ ഗണേഷ് കുമാറാണ്. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വിശുദ്ധനെ ഇവിടെ നശിപ്പിച്ച് നാരായണക്കല്ല് വെറുപ്പിച്ച് അങ്ങേരെ അസുഖത്തെ പീഡിപ്പിച്ച് അസുഖബാധിതനാക്കി കൊലപ്പെടുത്തിയതിൻ്റെ പ്രധാന കാരണക്കാരൻ KB ഗണേഷ് കുമാറാണ്. ജനങ്ങളുടെ വികാരം ഉണർന്നു, ഉമ്മൻചാണ്ടി വികാരം ഉണർന്നു. ആക്ച്വലി ഉമ്മൻചാണ്ടി ആരായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി കരുണാകരനോട് കാണിച്ച് എന്തായിരുന്നു നമുക്കറിയാം. കരുണാകരൻ ഇന്റർവ്യൂ പറഞ്ഞാണ് ഇതെല്ലാം കാലം പകരം ചോദിക്കും എന്ന്. പിന്നെ കരുണാകരൻ പറഞ്ഞതാ. ഇവരെല്ലാം അത് അനുഭവിച്ചു തന്നെ പോവും. തലപൊക്കി വന്നിട്ടുണ്ട്. ഇവരെല്ലാം അനുഭവിക്കും എന്ന് കൃത്യമായി കരുണാകരൻ പറഞ്ഞിട്ടുണ്ട്. കരുണാകരൻ കൃത്യമായി അറിയാവുന്ന പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ മുരളീധരൻ പരസ്യമായിട്ട് വേദി കയറിയുന്നുണ്ട് ഉമ്മൻചാണ്ടി നിങ്ങൾ കരിഞ്ചന്തക്കാരുടെയും പിന്നെ കള്ളക്കടത്തുകാരുടെയും ഏജന്റാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു അറിവില്ലാതെയാണോ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ കുറിച്ച്? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ എലമെന്റെങ്കിലും ഇല്ലെങ്കിൽ ഇത്ര പബ്ലിക്കായിട്ട് മുരളീധരൻ കയറി എന്ന് പ്രസംഗിക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഉമ്മൻചാണ്ടി അന്ന് നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന ഒരാളല്ലേ, ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് തിരിച്ച് കേസ് കൊടുക്കായിരുന്നത്? മുരളീധരൻ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യായിരുന്നു എന്തുകൊണ്ടാണ്? പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞല്ലേ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ വിശുദ്ധനാക്കണം.
ഉമ്മൻചാണ്ടിയെ ഏകദേശം 2016 വരെയുള്ള കാലഘട്ടത്തിൽ, അല്ലെ മരിക്കുന്നതിന് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കൊള്ളരുതാത്തവനാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൊള്ളരുതാത്തവനാണ്. കോൺഗ്രസ്സുകാർക്കും അങ്ങനെ തന്നെയായിരുന്നു, അത് യാതൊരു മാറ്റവും ഇല്ല. എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എങ്ങനെയും ആരെ വീഴ്ത്തണം? ഇദ്ദേഹത്തെ വീഴ്ത്തണം. നമ്മൾ പത്തനാപുരം എടുത്ത് നോക്കുവാണെങ്കിൽ 47 മുതൽ 55% വരെ പിന്നെ വോട്ട് പിടിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് കെ വി ഗണേഷ് കുമാർ. അതായത് പകുതിയിൽ കൂടുതൽ വോട്ടുകൾ പിടിക്കുന്ന ഒരാളാണ് കെ വി ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാറിനെ തകർക്കാൻ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തവണ വെറും 38% വോട്ടാണ് പിടിച്ചത്. വെറും 38% വോട്ട്. വീണ്ടും അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചാമക്കാലെ തന്നെ അവിടെ? ചാമക്കാലെ മാത്രമല്ല, ചാമക്കാല വേണോ ഇനി വേറെ ആരെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ളതാണ് നോക്കുന്നത്. വനിതാ നേതാവ് എന്ന് പറഞ്ഞ രശ്മിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രശ്മി എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ ബാലഗോപാലിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട നേതാവാണ്. ഐഷ പോറ്റി അവിടെ കൊണ്ട് നടക്കില്ല. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം ഇവർക്ക് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഐഷ പോറ്റിയെ ഇവിടെ മത്സരിപ്പിച്ചു. ഇപ്പം ഈ പറയുന്ന രശ്മി BJP-യിലേക്ക് പോകുന്നു. അപ്പം BJP-യിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവർക്ക് കൊടുക്കുന്ന ഒരു ബോണസായിട്ട്, അതായത് നിങ്ങൾ പോവല്ലേ, നിങ്ങളെ മത്സരിപ്പിക്കാൻ തയ്യാറാണ്, നിങ്ങൾ ഗണേഷ് കുമാറിൻ്റെ അവിടെ കോൺഗ്രസിനും UDF-നും മത്സരിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സീറ്റ് കൊടുത്തേക്കാം. ഒരു നീക്ക് പോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഗണേഷ് കുമാറിൻ്റെ ചിലവാകത്തില്ല. പിന്നെ ജഗദീഷിനെ കൊണ്ട് മത്സരിപ്പിച്ചു അവിടെ, എന്നിട്ട് ജഗദീഷ് തോറ്റുപോയി. ആ സമയത്ത് കൊണ്ടായിരുന്നു 50% പിന്നെ വോട്ട് ഷെയർ. അപ്പം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം 50% വരെ, അതായത് പകുതിയിൽ കൂടുതൽ വോട്ട് അവിടെ കിട്ടുന്നുണ്ട്. അവിടുത്തെ ടോട്ടൽ വോട്ടിൻ്റെ പകുതിയിൽ കൂടുതൽ ഗണേഷ് കുമാറിനുണ്ട്. ബാക്കി പകുതിയെ BJP സ്ഥാനാർത്ഥിക്കും UDF സ്ഥാനാർത്ഥിക്കും പോകുന്നുള്ളത്. അത് 50% അവർ ഷെയർ ചെയ്തെടുക്കുകയാണ്. അവിടെ ഒരു 9% അങ്ങോട്ടാണ് BJP-യുടെ വോട്ട് ഷെയർ. അപ്പോൾ ഇതും മാറി 9% പോയി ബാക്കി വരുന്ന 50-നകത്ത് നിന്ന് എത്ര വരുമായിരിക്കും? 41% മാത്രമേ ഉള്ളൂ ഈ പറയുന്ന UDF-ന്റെ വോട്ട് ഷെയർ. മനസ്സിലായില്ലേ? പിന്നെ ഇത് കൂടാതെ മറ്റുള്ളവർക്കും പോകുമല്ലോ. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വേറെയൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ളവർ, അവർക്കെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് UDF-ന് കിടക്കുന്നത്. ഇതാണ് പ്രശ്നം. അപ്പോൾ അവിടെ ഗണേഷ് കുമാറിനെ വീഴ്ത്താൻ അതിന് പറ്റിയൊരു തണ്ടിയെ കൊണ്ട് നിർത്തണം. ജ്യോതികുമാർ ചാമക്കാല എന്ന് പറഞ്ഞ വിവരമില്ലാത്ത കക്ഷിയാണ്. പുള്ളിയൊന്നും കൊണ്ട് നിർത്തിയിട്ട് അവിടെ ഒരു പ്രയോജനമില്ല. ഈ ചാനൽ മുറി കയറുന്നുണ്ട്, ഇവരെയൊക്കെ നീ പോടാ, നീ ആരാ, മറ്റേ തണ്ടി മറിച്ച വേണ്ടി എന്നൊക്കെ വിളിക്കുന്ന ഇവരെ കൊണ്ടൊക്കെ എന്ത് കാര്യം ഗണേഷ് കുമാറിനെ ഒതുക്കാൻ വേണ്ടിയിട്ട്? ഗണേഷ് കുമാറിനെ പോലെ കൃത്യമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയെ കളഞ്ഞിട്ട് പത്തനാപുരത്തുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ ഗണേഷ് കുമാർ. വ്യക്തിപ്രഭാവം ഭയങ്കരമായിട്ടുണ്ട്. കാര്യം പത്തനാപുരത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഗണേഷ് കുമാർ. അതുകൊണ്ട് പിന്നെ ഈ ക്രിസ്ത്യാനി റോബിൻ ബസ് എന്ന് പറയുന്ന ഒരു ബസ് ഇടയ്ക്കായിരുന്നു ഓടിയായിരുന്നില്ല, വിവാദം ഉണ്ടാക്കിയത്, അനധികൃതമായ ഓടിയ വണ്ടി. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് അതിനെയും ഇവിടെ കൊണ്ടിട്ട് കലക്കാൻ നോക്കുകയാണ്. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഗണേഷ് കുമാറിനെതിരെ ഇപ്പം മറ്റേ കേസ് കൊണ്ടുവരുന്നു, ഉമ്മൻചാണ്ടി കേസ് കൊണ്ടുവരുന്നു, പിന്നെ വേറെ ഈ പറയുന്ന അവരുടെ കുടുംബ പ്രശ്നം കൊണ്ടുവരുന്നു. ഇതെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്തിട്ട് രാഷ്ട്രീയത്തിലിട്ട് കലക്കിയിട്ട് ഗണേഷ് കുമാറിനെ അവിടെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ ആരാണ്? അതിൽ വ്യക്തി പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ ഇവിടെ UDF-കാർ ചെയ്തിട്ടുള്ള കള്ളക്കളി മുഴുവൻ എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കാർ തന്നെ പിന്നിൽ നിന്ന് കുത്തി തിരുവഞ്ചൂരിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഗൺമാനെയും പിന്നെ ജോപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്യിച്ചത്. അല്ലാതെ വെറുതെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആര് സ്വാഭാവികമായിട്ടും മാനസികമായി തളരും. ഒപ്പം കൊണ്ടുവന്നവരാണ്. അതും പുള്ളി ജിദ്ദയിലോ റിയാദിലോ അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത്. KC ജോസഫ് തന്നെ പറഞ്ഞതല്ലേ. ആ സമയത്ത് അവരവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ 2 അറസ്റ്റ് നടന്നതായി വിവരമറിയുന്നത് അവിടെ പിന്നെ വാർത്ത കാണുമ്പോഴാണെന്നേ പുള്ളി അറിയുന്നത്. അതുവരെ പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയാണ് കോൺഗ്രസ്സിലുള്ളവർ കൊടുത്തത്? തിരുവഞ്ചൂർ എന്ന് പറഞ്ഞ് കോട്ടയംകാരൻ തന്നെ എന്ത് വിലയാണ് കൊടുത്തത്? ഒരു വിലയും കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ അതിനെ എൻകാഷ് ചെയ്യാൻ നോക്കുകയാണ്. ആ സെന്റിമെന്റ്സ് വീണ്ടും വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇവിടെ വിലപ്പോവില്ല. എന്നിട്ട് പിന്നെ കത്തിനകത്ത് കൂട്ടിച്ചേർക്കലുകൾ നടന്നു, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കത്തിനകത്ത് കൂട്ടിച്ചേർക്കൽ നടന്നേ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നേ. ഇത്രയും നാളൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ഒരു പിന്നെ സ്ത്രീയുടെ ഒരു കത്തിനകത്ത് പേര് വന്നു. എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസിലുള്ള ഒരു നേതാവെങ്കിലും ഈ സ്ത്രീക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തോ? KC വേണുഗോപാലിന്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഹൈബീഡിന്റെ പേര് എന്ന് വെച്ചാൽ കോൺഗ്രസിലെ ഒട്ടുമിക്ക ഇന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് ഒരു പക്ഷേ കാണില്ലായിരുന്നു, അവരെല്ലാവരും പിടിച്ചകത്തിട്ടിരുന്നെങ്കിൽ. അപ്പം എന്നിട്ട് ഇവരാരെങ്കിലും അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു? എങ്ങനെയാണ് ഈ യുവതി പരാതിയുമായി രംഗത്തേക്ക് വരുന്നത്? ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ? അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ കോൺഗ്രസിന്റെ കറുത്ത കൈകളുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഈ കാർഡ് ഇറക്കി കളിക്കാനുള്ള ശ്രമം, അതും പിന്നെ ഗണേഷ് കുമാറിനെതിരെ. ഗണേഷ് കുമാറിന് കൃത്യമായി ശക്തമായി ഒരു സെറ്റ് വോട്ട് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരു 50% മുകളിൽ വോട്ട് ഇത്തവണയും ഗണേഷ് കുമാർ നേടും. അതിന് മുകളിലാവാനാണ് സാധ്യത. വോട്ട് നില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വോട്ടേഴ്സിനനുസരിച്ച് 50% മേലെ വോട്ട് പിടിച്ചാൽ മതി, സംഭവം സേഫായി.
അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഗണേഷ് കുമാറിനെ പോലൊരു മന്ത്രി ഇനിയും നമ്മുടെ സമൂഹത്തിന് നാടിന് ആവശ്യമാണ് എന്നുള്ള കാര്യം വസ്തുത തന്നെയാണ്.